ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന സത്യവാങ്മൂലത്തിൽ അന്വേഷണത്തിന് സുപ്രീംകോടതി ഉത്തരവ്. അന്വേഷണ ചുമതല റിട്ടയർഡ് ജസ്റ്റിസ് എ.കെ. പട്നായിക്കിന്. സിബിഐയും ഐബിയും ദില്ലി പോലീസും അന്വേഷണത്തെ സഹായിക്കണമെന്ന് സുപ്രീംകോടതി. യുവതിയുടെ പീഡന പരാതി കേൾക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് രമണ പിന്മാറി. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണമാണ് മുൻ സുപ്രീം കോടതി ജഡ്ജ് എ.കെ. പട്നായിക് അന്വേഷിക്കുക. ദില്ലി പോലീസ്, ഐബി, സിബിഐ എന്നിവരുടെ സഹായത്തോടെയാകും അന്വേഷണം. മുദ്രവച്ച കവറിൽ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൈമാറണമെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്തെ പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്നും അവർ കളിക്കുന്നത് തീക്കളിയാണെന്നും രാവിലെ സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. റിലയൻസിന് വേണ്ടി വിധി തിരുത്തിയ 2 ഉദ്യോഗസ്ഥരും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് കാട്ടി അഭിഭാഷകൻ ഉത്സവ് സിംഗ് ബൈൻസ് നൽകിയ അധിക സത്യവാങ്മൂലം പരിശോധിച്ച ശേഷമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അധിക സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കത്തിന് അഭിഭാഷക നിയമപ്രകാരം സവിശേഷ അധികാരമുണ്ടെന്ന ബൈൻസിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. റിമോട്ട് കൺട്രോളിലൂടെ കോടതിയെ നിയന്ത്രിക്കുന്നുവെന്ന ആരോപണങ്ങൾ ദിവസേന പുറത്തുവരുന്നു. ജഡ്ജിമാരെ സ്വാധീനിക്കാൻ വഴിവിട്ട ശ്രമം നടക്കുന്നുവെന്നും പറയുന്നു. ഇതിൽ സത്യമറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു. ഇതിനിടെ അന്വേഷണം നേരിടുന്ന പശ്ചാത്തലത്തിൽ ചീഫ് ജസ്റ്റിസ് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് ആവശ്യപ്പെട്ടു. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണം അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയിൽ നിന്നും ജസ്റ്റിസ് എൻ.വി. രമണ പിന്മാറി. രമണയെ സമിതിയിൽ ഉൾപ്പെടുത്തിയത് ചീഫ് ജസ്റ്റിസിന്റെ താൽപര്യപ്രകാരമാണെന്ന് ആരോപണമുയർന്നിരുന്നു. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. കല്ലട ബസ്സിൽ യാത്രക്കാരെ ആക്രമിച്ച സംഭവത്തിൽ ബസ് ഉടമ കല്ലട സുരേഷ് പോലീസിന് മുന്നിൽ ഹാജരായി. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലാണ് ഹാജരായത്. പോലീസ് സുരേഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, മൊഴിയെടുപ്പ് ഇനിയും നീളാനാണോ സാധ്യത? എന്താണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ? ജീന, മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 2.5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 4:30യോടെയാണ് കല്ലട സുരേഷ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ മുമ്പാകെ ഹാജരായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുരേഷിനോട് ഹാജരാകാൻ ഇന്നലെ തന്നെ പോലീസ് നിർദ്ദേശിച്ചിരുന്നതാണ്. ഇന്നലെ ഹാജരാകാൻ നിർദ്ദേശമാണ് നോട്ടീസ് അയച്ചിരുന്നത്. എന്നാൽ ഇന്നലെ അദ്ദേഹം ഹാജരായില്ല. ഇന്ന് രാവിലെ ഹാജരാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഹാജരായില്ല. പകരം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഒരു മറുപടി നൽകുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് പോലീസ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിലാണ് കല്ലട സുരേഷ് വൈകിട്ട് 4:30യോടെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുമ്പാകെ ഹാജരായിരിക്കുന്നത്. സ്വാഭാവികമായും കല്ലട ബസ്സിലെ ജീവനക്കാരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ജീവനക്കാരാണ് യാത്രക്കാരെ മർദ്ദിച്ചത് എന്ന് അവർ മൊഴി നൽകിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് അന്വേഷിക്കുകയും ഇതിൽ സത്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 7 ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ മർദ്ദനമേറ്റവരുടെ മൊഴി പ്രകാരം ഇനിയും കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 15ഓളം പേരടങ്ങുന്ന സംഘമാണ് തങ്ങളെ മർദ്ദിച്ചത് എന്നാണ് മർദ്ദനമേറ്റവരുടെ മൊഴി. ഈ സാഹചര്യത്തിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ ബസ്സിന്റെ ഉടമയായ കല്ലട സുരേഷിനെ വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുക്കായി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ ബന്ധം ഉള്ളവരാണോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. അക്കാര്യം ഉടമയ്ക്ക് അറിയുമായിരുന്നോ എന്നുള്ളതാണ് പോലീസിന് അറിയേണ്ടത്. അല്ലെങ്കിൽ വലിയ ബസ് സർവീസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് കല്ലട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ജീവനക്കാരുടെ പശ്ചാത്തലം എല്ലാം തന്നെ പോലീസിന് വിശദമായി അറിയേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സുദീർഘമായി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് ഈ കല്ലട സുരേഷ് പുറത്തിറങ്ങിയപ്പോൾ മൊഴിയെടുക്കൽ പൂർത്തിയായി എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതൊരു പൂർത്തിയാകലായിരുന്നില്ല. ഇനിയും ഒരു പക്ഷേ നീളും എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചനകൾ. ഉമേഷ്, പ്രധാനമായും മറ്റു പ്രതികളെ പറ്റിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? അത്തരത്തിൽ മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇവരുടെ മൊഴി മാത്രമാണ് പോലീസിൻ്റെ കയ്യിലുള്ളത്. അത് 7 ജീവനക്കാരാണ് മർദ്ദിച്ചത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ കണ്ടെത്തുകയും അവരുടെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ മർദ്ദനമേറ്റവർ പറയുന്നത് 15ഓളം പേരുണ്ടായിരുന്നു. അവർ ബസ്സിലേക്ക് ഇരച്ചു കയറി തങ്ങളെ വലിച്ച് പുറത്തിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അറസ്റ്റിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമാണ് മറ്റാരൊക്കെയാണ് തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്, മറ്റാരൊക്കെയാണ് കൂട്ടുപ്രതികൾ എന്നുള്ള സൂചനകൾ കൂടുതലായി പോലീസിന് ലഭിക്കുക. അവരെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൃത്യമായ സൂചനകൾ മറ്റ് പ്രതികളെക്കുറിച്ച് ലഭിക്കും എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ശരി. ബസ് യാത്രക്കാരെ ആക്രമിച്ച സംഭവത്തിൽ ബസ് ഉടമ കല്ലട സുരേഷിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഉമേഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ദക്ഷിണ ബംഗാൾ ഉൾക്കടലിൽ തെക്ക് കിഴക്കൻ ശ്രീലങ്കയോട് ചേർന്നുള്ള സമുദ്രഭാഗത്ത് നാളെയോടുകൂടി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനും അടുത്ത 36 മണിക്കൂറിൽ അതൊരു തീവ്ര ന്യൂനമർദ്ദമായി പരിണമിക്കാനുമുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം.
ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്ത് നാശം വിതയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഏപ്രിൽ 30ഓടുകൂടി തമിഴ്നാട് തീരത്ത് പതിക്കാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദം കേരളത്തിലും കർണാടക തീരത്തും ശക്തമായ മഴ നൽകാനും ഇടയുണ്ട്. ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം എന്നീ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ജാഗ്രത നിർദ്ദേശത്തിൽ പറയുന്നത്? പ്രധാനമായും ജാഗ്രത പാലിക്കേണ്ട ജില്ലകൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ജീന, നാളെയോടുകൂടി ശ്രീലങ്കൻ തീരത്തിന് സമീപത്തായി രൂപപ്പെടുന്ന ഒരു ന്യൂനമർദ്ദം അടുത്ത 36 മണിക്കൂർ കൊണ്ട് ഒരു തീവ്രമായ ന്യൂനമർദ്ദമായി മാറിത്തീരും എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ വാർത്താക്കുറിപ്പ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പ് പ്രകാരം അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ഒരു തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ചുഴലിക്കാറ്റിനും കനത്ത മഴയ്ക്കുമുള്ള സാധ്യത കേരള, തമിഴ്നാട് തീരത്ത് നിലനിൽക്കുകയാണ്. അതിനാൽ ഏപ്രിൽ 29, 30, മെയ് 1 എന്നീ തീയതികളിൽ കേരളത്തിൽ പരക്കെ മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ, അല്ലെങ്കിൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ ഈ കാറ്റ് വീശും എന്നതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്തും അതിനോട് ചേർന്നുള്ള തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പോകരുത് എന്നൊരു മുന്നറിയിപ്പും ഉണ്ട്. തമിഴ്നാട് തീരത്ത് ഈ കാലയളവിൽ ആരും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം ഏപ്രിൽ 29 ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇപ്പോൾ സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മുന്നറിയിപ്പുകളും നേരത്തെ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രധാനമായും ഹിൽ ഏരിയകളിലേക്ക്, മല ഏരിയകളിലേക്കുള്ള യാത്ര രാത്രി 7 മണിക്കും രാവിലെ 7 മണിക്കും ഇടയിൽ ഒഴിവാക്കുക. അരുവികളോ വെള്ളച്ചാട്ടങ്ങളോ കുറുകെ കടക്കാതിരിക്കുക. അതോടൊപ്പം ശക്തമായ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ സെൽഫി എടുക്കാൻ പോകാതിരിക്കുക അടക്കമുള്ള മുന്നറിയിപ്പുകൾ കരുതിയിരിക്കണമെന്ന കനത്ത ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതുതരം പ്രതിസന്ധികളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. അതിനായി ആവശ്യമെങ്കിൽ ഒരു കൺട്രോൾ റൂം അടക്കമുള്ള സൗകര്യങ്ങൾ തുറക്കുന്നതിനുള്ള കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. മഴയുടെ തോതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് സംസ്ഥാന ഭരണകൂടം. ജീവൻ, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കടൽ തീരത്ത് ജീവിക്കുന്നവർ അവരെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ്, മുന്നൊരുക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്? അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? ജീന, നിലവിൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം ഒരു അലർട്ട് മെസ്സേജാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു തീവ്രമായ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റ് അതിൻ്റെ അനുബന്ധമായ മുന്നൊരുക്കങ്ങൾ സംസ്ഥാന ഭരണകൂടം നടത്തുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഉള്ളത് അലർട്ട് മെസ്സേജ് മാത്രമാണ്. അതിന് പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരത്തിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോവാതിരിക്കുക. അതോടൊപ്പം ജനങ്ങൾ ജാഗരൂകരാകുക. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ആവശ്യമാകുന്ന മുറയ്ക്ക് ആ കാര്യത്തിൽ സംസ്ഥാന ഭരണകൂടം ഒരു തീരുമാനമെടുക്കുകയും ചെയ്യും. ശരി, വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും ജീവൻ നൽകിയത്. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ നിയന്ത്രിക്കാൻ കർശന തീരുമാനങ്ങളുമായി ഗതാഗത വകുപ്പ്. ജൂൺ ആദ്യവാരം മുതൽ എല്ലാ ബസ്സുകളിലും GPS സംവിധാനം നടപ്പിലാക്കാനും യാത്രാ നിരക്ക് നിശ്ചയിക്കാനും തീരുമാനിച്ചു. പോലീസും നികുതി വകുപ്പുമായി സഹകരിച്ച് പരിശോധനകൾ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാനും ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് സർവീസുകൾക്ക് കടിഞ്ഞാണിടാനുള്ള തീരുമാനമാണ് ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ കൈക്കൊണ്ടത്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം.
പോലീസിന്റെയും നികുതി വകുപ്പിന്റെയും സഹകരണത്തോടെയാകും ഇനി പരിശോധനകൾ നടക്കുക. 270 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3,74,000 രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബസ്സുകളിൽ GPS സംവിധാനം ജൂൺ ആദ്യവാരം മുതൽ നിർബന്ധമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നതിനാൽ യാത്രാനിരക്ക് തീരുമാനിക്കാൻ രാമചന്ദ്രൻ കമ്മീഷനെ ചുമതലപ്പെടുത്താനും തീരുമാനിച്ചതായി ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അമിതമായ ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് സ്റ്റേജ് കെയറേജസിന് മാത്രമാണ്, സ്റ്റേജ് കെയറേജസ്, ഓട്ടോറിക്ഷകൾ, ടാക്സി കാറുകൾ എന്നിവയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കോൺട്രാക്ട് കെയറേജുകൾക്ക് നിരക്കുകൾ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഇവർക്ക് നിരക്ക് നിശ്ചയിക്കാമോ, അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ഏത് രീതിയിലാണ് നിശ്ചയിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നമ്മുടെ ഫെയർ സ്റ്റേജ് നിർണയത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലെ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബസ്സുകൾ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. 46 ബുക്കിംഗ് ഓഫീസുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചവർക്കെതിരെയാണ് നോട്ടീസ് നൽകിയത്. ലൈസൻസിന് പ്രത്യേക മാർഗനിർദ്ദേശം നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കി മുൻപോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഭ്യൂഹങ്ങൾക്കൊടുവിൽ വാരാണസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പ്രിയങ്ക ഗാന്ധിയെ തള്ളി വാരാണസിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അജയ് റായ് മത്സരിക്കും. വാരാണസിയിൽ മത്സരിക്കാനുള്ള പ്രിയങ്കയുടെ സന്നദ്ധത തള്ളിക്കളഞ്ഞാണ് 2014 മോദിയോട് തോറ്റ അജയ് റായിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിയിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കാണ് അവസാനമായത്. വാരാണസിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അജയ് റായ് മത്സരിക്കുമെന്ന് AICC പ്രഖ്യാപിച്ചു. വാരാണസിയിൽ പ്രിയങ്ക മത്സരിച്ചാൽ ജയസാധ്യതകൾ വരെ പ്രവചിക്കുകയും ചെയ്തിരുന്നു. പാർട്ടി പറഞ്ഞാൽ വാരണാസിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രിയങ്ക ഗാന്ധി നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. അതേസമയം SP-BSP സഖ്യം വാരണാസിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും പ്രിയങ്കയെ ഒഴിവാക്കുന്നതിന് കാരണമായെന്നാണ് സൂചനകൾ. കോൺഗ്രസ് നേതാവ് ശ്യാംലാൽ യാദവിന്റെ മരുമകൾ ശാലിനി യാദവാണ് SP-BSP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. ശാലിനി യാദവ് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് SP-യിൽ ചേർന്നത്. അതേസമയം വാരണാസിയിൽ ദുർബല സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഏറെ ചർച്ചയായി കഴിഞ്ഞു. 2014 മോദിക്കെതിരെ അജയ് റായാണ് മത്സരിച്ചത്. അന്ന് കേവലം 75,000-ഓളം വോട്ടുകൾ നേടിയ അജയ് റായ്ക്ക് 3ാം സ്ഥാനം മാത്രമാണ് ലഭിച്ചതും. അരവിന്ദ് കെജ്രിവാളായിരുന്നു അന്ന് 2ാം സ്ഥാനത്തെത്തിയത്. ഈ മാസം 29-നാണ് വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഇന്ന് വാരണാസിയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പത്രിക സമർപ്പിക്കും. കൈരളി ന്യൂസ്, ദില്ലി. പ്രധാനമന്ത്രിക്കെതിരായ ചട്ടലംഘന പരാതി പരിഹരിക്കപ്പെട്ടതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സാങ്കേതിക പിഴവ് പറ്റിയതാണെന്നും പരാതിയിലുടൻ നടപടിയുണ്ടാകുമെന്നും കമ്മീഷൻ. എന്നാൽ മോദിക്കെതിരായ പരാതികൾ കാണാനില്ലാത്ത ആരോപണത്തിൽ കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പുൽവാമയിൽ വീരമൃത്യു വരിച്ചവർക്കും ബാലാക്കോട്ടിൽ തിരിച്ചടി നൽകിയവർക്കും വോട്ട് നൽകണമെന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. എന്നാൽ ഇതിനെതിരെ നൽകിയ പരാതി പരിഹരിക്കപ്പെട്ടെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പരാമർശിച്ചിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ സാങ്കേതിക പിഴവ് പറ്റിയതാണെന്ന് പറഞ്ഞ് തടിയൂരാനാണ് കമ്മീഷൻ ശ്രമം. പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ പ്രതികരിച്ചു. സൈന്യത്തിന്റെ പേരിൽ വോട്ട് തേടിയതിന് മോദിക്കെതിരെ കമ്മീഷന് ലഭിച്ചത് നിരവധി പരാതികളാണ്. ഈ പരാതികൾ ഇതുവരെ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. ഒരു പരാതി പരിഹരിക്കപ്പെട്ടെന്ന് പ്രസിദ്ധീകരിച്ചത് സാങ്കേതിക പിഴവെന്ന് പറയുന്ന കമ്മീഷൻ പരാതികൾ ലിസ്റ്റ് ചെയ്യാത്തതിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കമ്മീഷന്റെ നിലപാടിനെതിരെ പ്രതിഷേധവും ശക്തമായി. സൈന്യത്തിന്റെ പേരിൽ വോട്ട് തേടരുതെന്ന കമ്മീഷൻ നിർദ്ദേശം മറികടന്ന് മോദി നിരവധി തവണയാണ് റാലികളിൽ സൈന്യത്തിന്റെ പേരുപയോഗിച്ചത്. CPIM ഇതിനോടകം 4 പരാതികളാണ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. എന്നാൽ പരാതികളിൽ നടപടിയെടുക്കാൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി. വടകരയിലും കോഴിക്കോടും BJP കോൺഗ്രസിന് വോട്ട് മറിച്ചു നൽകിയെന്ന CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. പോളിംഗ് ദിവസം പല ബൂത്തുകളിലും BJP സജീവമായില്ല. BJPയുടെയും കോൺഗ്രസിന്റെയും വോട്ട് കച്ചവടം മുൻകൂട്ടി കണ്ടാണ് CPIM പ്രവർത്തിച്ചതെന്നും മോഹനൻ മാസ്റ്റർ വ്യക്തമാക്കി.
കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സഖ്യം തകരാൻ കാരണം ചില കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശിയാണെന്ന് കെജ്രിവാൾ. ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന പദവിയാണ് പത്രികയിലെ മുഖ്യ അജണ്ട. കോൺഗ്രസ് സഖ്യം ഇല്ലാതാക്കിയതിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശിയെന്ന് ദില്ലി മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. കോൺഗ്രസുമായി എല്ലാ ചർച്ചകളും പൂർത്തിയാക്കിയിരുന്നെന്നും സംയുക്ത വാർത്താ സമ്മേളനം വരെ തീരുമാനിച്ചതാണെന്നും എന്നാൽ അവസാന നിമിഷം കോൺഗ്രസ് പിന്മാറുകയായിരുന്നുവെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി. 7 സീറ്റ് വരെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ ദില്ലിയിലെ ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് ജയിക്കില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കവെയാണ് കെജ്രിവാൾ കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. आज अगर कांग्रेस सीटें जीतने की स्थिति में होती, मैं 7 सीटें कांग्रेस के लिए छोड़ने के लिए तैयार हूं. मेरे लिए देश को बचाना जरूरी है. मेरे लिए सीटें, मैं 4 सीट लाऊं, 5 सीट लाऊं, 3 सीट लाऊं, 2 सीट लाऊं, क्या फर्क पड़ता है? आम आदमी पार्टी की 2 सीट 3 सीट से क्या फर्क पड़ता है? हम 7 सीटें छोड़ देंगे अगर कांग्रेस जीत सकती हो. कांग्रेस 1 सीट नहीं जीत सकती. രാജ്യത്തെ വിഭജിക്കുന്ന സങ്കല്പ പത്രികയല്ല ആം ആദ്മിയുടേതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന അധികാരം നേടിയെടുക്കുമെന്നാണ് പത്രിക മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന അജണ്ട. സ്ത്രീ സുരക്ഷയ്ക്കും സമഗ്ര പദ്ധതികൾ പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.